ഐ ആം ഡോക്ടർ മനോജ് ജോൺസൺ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ, ജോൺ മരിൻ ഹോസ്പിറ്റൽ, പാല. നമുക്കെല്ലാവർക്കും പഴങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം പഴങ്ങൾക്കുള്ള ഒരു പേരെന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് നല്ലൊരു ഫുഡാണ്. അത് പല രോഗങ്ങൾക്കും നല്ലതാണ്. അതിനകത്ത് കൂടുതൽ വൈറ്റമിൻസും മിനറൽസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പോഷകങ്ങൾ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളതാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. ശരിയാണ്, 100% ശരിയാണ്, അതിനകത്ത് യാതൊരു തെറ്റുമില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കാതെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമാണ്. ചിലർ പറയാറില്ലേ, പ്രമേഹത്തിന് പഴങ്ങൾ നല്ലതല്ല, പ്രമേഹത്തിന് നല്ലതാണ് എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അപ്പം നമ്മളെപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ കുറച്ച് വന്ന ആളുകളിൽ നമ്മൾ കൂടുതൽ ഇങ്ങനെ റിസർച്ചുകൾ ചെയ്ത് നോക്കിയിട്ട് അവരുടെ ചേഞ്ചസൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാകുന്നത്. കഴിയുന്നതും ഈ രാത്രി സമയങ്ങളിൽ പഴം കഴിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പല ആൾക്കാരെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയൊക്കെയാണ് രാത്രിയിൽ വേറെ വലിയ സംഭവങ്ങളൊന്നും ഇല്ലാതെ പഴങ്ങളിലേക്ക് ഒതുക്കുന്നവരുണ്ട്. അപ്പോൾ ഏറ്റവും നന്നായിട്ട്, അതായത് ശരീരം കൂളായിരിക്കുന്ന അല്ലെങ്കിൽ ടെമ്പറേച്ചർ പൊതുവേ കൂളായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ഈ ജലദോഷം, കഫക്കെട്ട്, അതേപോലെ തന്നെ ശ്വാസം മുട്ടൽ, സ്കിൻ പ്രശ്നമുള്ള ആളുകളിലെല്ലാം അവരുടെ ബോഡി നേച്ചർ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ആ സമയത്തേക്ക് വീണ്ടും ശരീരം തണുപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ സപ്ലൈ ചെയ്യുമ്പോൾ അത് വീണ്ടും ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് രാത്രി സമയങ്ങളിൽ കഴിയുന്നതും ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ബുദ്ധിമുട്ടുള്ളവരിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ചില ആളുകൾ പറയാറുണ്ട്, ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള ഒരു പഴമെന്ന് പറയുന്നത് ഏത്തപ്പഴമാണ്. കാരണം ഞാൻ രാവിലെ പൊതുവേ ഈ ഇഡ്ഡലിയും ദോശയോ അങ്ങനെയൊന്നും അല്ല അധികം കഴിക്കുന്നത്, ഏത്തപ്പഴമാണ് കഴിക്കുന്നത്. ഏത്തപ്പഴം കഴിച്ചാൽ ഞാനൊരു അര ഏത്തപ്പഴം സ്ലൈസ് ചെയ്തിട്ട് ഈ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുത്ത് അതിൻ്റെ കൂടെ ഒരു 2 ഓംലെറ്റ്, അത് ബുൾസൈ ആയിട്ടോ ഓംലെറ്റ് ആയിട്ടോ എൻ്റെ ഡബിൾ ആയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് നട്ട്സ്, ബ്ലാക്ക് ടീ. ഇതാണ് എൻ്റെ പൊതുവേ ഉള്ള ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി ആൾക്കാർ വന്നേച്ച് ഇത് ചെയ്തേച്ച് പറയുകയാണ് എനിക്ക് നന്നായിട്ട് വെയിറ്റ് കുറഞ്ഞ നല്ല രീതിയിലാണ്. അപ്പോൾ ചിലർ വന്നിച്ച് പറയുകയാണ്, ഡോക്ടറെ ഇത് കഴിച്ചേച്ച് എനിക്ക് യാതൊരു മാറ്റമില്ല, വെയിറ്റ് കുറയുന്നില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതേപോലെ ഷുഗർ കുറയുന്നില്ല, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ചോദിക്കും, എന്താ കഴിച്ചേ? ഡോക്ടറിൻ്റെ ഫുഡ് തന്നെയാണ്. ഞാൻ ഏത്തപ്പഴം, മുട്ട എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ, അപ്പോൾ ഏത്തപ്പഴം 2 ഏത്തപ്പഴം കഴിക്കുമെന്ന് പറയും. അപ്പോൾ ഞാൻ കഴിക്കുന്ന അരയാണ്. അപ്പോൾ അത് പഴമല്ലേ, പഴത്തിന് എന്തിനും പ്രശ്നമുള്ളത്? ഈ ശരിക്കും പറഞ്ഞാൽ ഒരു പഴം കഴിക്കുന്നത് 2 ദോശ കഴിക്കുന്നത് എല്ലാം കണക്കാണ്. കാരണം അതിൻ്റെ കണ്ടൻറ്റ് സെയിമാണ്. അതിനകത്ത് ഹൈ കണ്ടൻറ്റ് ഗ്ലൂക്കോസാണ്. ഈ ഹൈ കണ്ടൻറ്റ് ഗ്ലൂക്കോസിൻ്റെ സാധനത്തിൽ 2 ഏത്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു കൂന ചോറും കഴിച്ചാൽ പോരെ. എന്തിനാണ് ഈ ഏത്തപ്പഴം? നമുക്കതല്ല ഇഷ്ടമുള്ളതല്ല മാറ്റി വെച്ച് ഏത്തപ്പഴം കഴിച്ചുകൊണ്ടിരുന്നൊരു കാര്യം എന്താണ്? അപ്പോൾ ഏത്തപ്പഴം എന്ന് പറയുന്നത് ഹൈ ആയിട്ടുള്ള ഗ്ലൂക്കോസ് കണ്ടൻറ്റ് ഉള്ളതാണ്. മധുരം നല്ല ഹൈ ആണ്. അപ്പം കാലറി ഹൈ ആണ്. അപ്പോൾ അത് ഫാറ്റായിട്ട് കൺവേർട്ട് ആകാൻ, അതായത് കൊളസ്ട്രോൾ കൂടാൻ വരെ കാരണമുള്ള സാധനമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ചക്കപ്പഴം. ചക്ക വേവിച്ചത് പച്ചച്ചക്കയെക്കാട്ടിലും ഏറ്റവും പ്രശ്നം ഉണ്ടാക്കുന്നതാണ് ചക്കപ്പഴം. പക്ഷേ അത് വല്ലപ്പോഴും ഇടയ്ക്ക് അല്ലെങ്കിൽ ഡെയിലി ആണെങ്കിൽ നമ്മൾ ഒരു 1-2 അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കഴിക്കുന്ന പോലല്ല. ചില ആൾക്കാർ ചക്കയുടെ മൊത്തത്തോടെ വെട്ടിയിരുന്നേച്ച് ഇങ്ങനെ കടന്ന് കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഇരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ 100% ഫാറ്റ് ലിവർ ഉണ്ടാവും. അതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. അപ്പം അത് പഴമല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇത് ചക്കപ്പഴം എന്ന് പറയുന്നത് ഷുഗർ ലെവൽ നല്ല അളവിൽ കൂട്ടും, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ ബോഡിയിൽ നല്ല അളവിൽ കൂടും, ബോഡി വെയിറ്റ് നല്ല അളവിൽ കയറും. അടുപ്പിച്ച് ഏത്തപ്പഴമോ ചക്കപ്പഴമോ മാങ്ങപ്പഴമോ ഈ 3 ഇതിനകത്ത് ഏതെങ്കിലുമൊക്കെ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ വെയിറ്റ് നല്ല അളവിൽ കയറും, ഷുഗർ നല്ല അളവിൽ കൂടും. അതുകൊണ്ട് സാധനം നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വലിച്ചു വാരി തിന്നാനൊന്നും പറ്റത്തില്ല. എത്ര നല്ല സാധനമാണെന്ന് പറഞ്ഞാലും ചെറിയ അളവിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ടാണ് ഇതിൻ്റെ പോഷകങ്ങളൊക്കെ ശരീരത്തിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ രീതി എടുക്കണം. സപ്പോട്ട നല്ല അളവിൽ ഷുഗർ ലെവലുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ പല ഇതുണ്ട്. ഇപ്പം പപ്പായ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അതിന് മധുരം ഉണ്ടെങ്കിലും അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ്, അതായത് അത് ബോഡിയിലേക്ക് ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ബ്ലഡിൽ എത്ര പെട്ടെന്നാണ് ഇതിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കൂടുന്നേ എന്നുള്ളതാണ് അതിൻ്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് വലിയ അളവിലില്ലാത്തത് പപ്പായയിലാണ്. അതേപോലെ പേരയ്ക്ക, നല്ല ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഫ്രൂട്ടായിട്ട് പറയാൻ പറ്റുന്നത് പേരയ്ക്കയാണ്. പപ്പായ, പേരയ്ക്ക. പിന്നെ ഒരു മീഡിയം റേഞ്ചിൽ വലിയ കുഴപ്പമില്ലാത്തതെന്ന് പറയുന്നത് ആപ്പിൾ, ഓറഞ്ച്, മുസംബി അങ്ങനത്തെ ഇതാണ്. മസ്ക് മെലൺ, ഇതിനൊക്കെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡെയിലി രീതിയിൽ ഉൾപ്പെടുത്താൻ പറ്റും എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്ഥിരമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഏത്തപ്പഴവും ഞാലിപ്പൂവിനും പിന്നെ പാളങ്കോടനും അതേപോലെ കാവൻഡിഷ്, നമ്മുടെ റോബസ്റ്റ, ഈ സാധനങ്ങളൊക്കെ ഒന്നൊക്കെ കഴിക്കുന്ന പോലല്ല. ഞാൻ കഴിഞ്ഞ തവണ ഒരാൾ വന്നിച്ച് പറയുകയാണ്, വൈഫ് പറയുന്നത്, എൻ്റെ ഡോക്ടറെ, എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു പടല മൊത്തം കൊണ്ടിരുന്നിട്ട് ഇങ്ങ് തിന്ന് തീർക്കുകയാണ്, ഇങ്ങനെയാണ് ഇത് കഴിക്കുന്നത്. അപ്പം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ 100% ഫാറ്റ് ലിവറാണ്. കാരണം ഈ ഫ്രൂട്ട്സിലുള്ള ഫ്രക്ടോസ് എന്ന് പറയുന്ന ഒരു കണ്ടൻ്റ് ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് ലിവറിലാണ്.
ഗ്ലൂക്കോസ് ആണെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ശരീരം ഉപയോഗിക്കുന്നതൊക്കെ, ഇത് ലിവറിൽ. അപ്പം ലിവറിന് ഓവർലോഡാണ് കൂടുതൽ പഴങ്ങളിങ്ങനെ വാരി തിന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും പഴം മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, പഴം നിർബന്ധമായിട്ടും വേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമുക്ക് ഇപ്പോൾ കിട്ടുന്ന എല്ലാ ഹൈബ്രിഡ് ചെയ്തത്, ക്രാഫ്റ്റ് ചെയ്തത്, അങ്ങനെയുള്ള മോഡേൺ രീതികളിലകത്ത് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ മധുര സാധനങ്ങളാണ്. ഏറ്റവും കൂടുതൽ ഈ ഹൈബ്രിഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഗ്ലൂക്കോസ് കണ്ടൻറ്റ് വളരെ ഹൈ ആണ്. അപ്പോൾ ഇതിങ്ങനെ വാരി കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പം ഞാൻ ഫ്രൂട്ട്സാണ് കഴിക്കുന്നത്, ഇവരെ ഹെൽത്തി ആണെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഷുഗറിൻ്റെ കാര്യത്തിൽ മാറ്റം വരത്തില്ല, ലിവറിൻ്റെ കാര്യത്തിൽ അത് കൂടത്തേ ഉള്ളൂ, പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. അതുകൊണ്ട് ചക്കപ്പഴം, ഏത്തപ്പഴം, മാങ്ങപ്പഴം അല്ലെങ്കിൽ സപ്പോട്ട അങ്ങനത്തെ രീതികൾ, വാട്ടർമെലൺ ആണെങ്കിലും കമ്പാരിറ്റീവ്ലി ബെറ്ററാണ്. അപ്പോൾ ഇങ്ങനത്തെ പഴങ്ങളൊക്കെ അളവ് കുറച്ചിട്ട് വേണം നമ്മൾ എടുക്കാനായിട്ട്. എടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഇപ്പം പച്ചമാങ്ങ ഓക്കെ നല്ലതാണ്. ഇപ്പം ഏത്തപ്പഴം ചിലരൊക്കെ എന്ന് പറയുന്നത് ഏത്തയ്ക്ക, അതായത് പച്ച ഏത്തയ്ക്ക പുഴുങ്ങി തിന്നുന്നവരുണ്ട്, വേവിച്ച് കഴിക്കുന്നവരുണ്ട്, ഷുഗറിന് നല്ലതാണെന്ന് പറഞ്ഞു വെച്ച്. ചേട്ടാ ഇതെല്ലാം ഒരേ കണക്കിൽപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഷുഗറിന് വേണമെന്നുണ്ടെങ്കിൽ ഏത്തപ്പഴം അല്ലെങ്കിൽ ഏത്തയ്ക്കായാലും നല്ലത് ഒരു ഓംലെറ്റ് കഴിക്കുന്നതാണ്. കാരണം പോഷകങ്ങളെല്ലാം കിട്ടും, അതിനകത്ത് ഗ്ലൂക്കോസ് ഒട്ടുമില്ല. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഈ കഴിക്കേണ്ട ആവശ്യമില്ല. അതായത് അവർക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല കഴിക്കുന്നത്, ഷുഗർ കൂട്ടരുതെന്ന് പറഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ട്. അപ്പം പഴങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ചക്കപ്പഴം അടുപ്പിച്ചെടുത്താലും പ്രശ്നമാണ്. ചക്ക വേവിച്ചത് കഴിക്കുന്നത് വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ ഉച്ചയ്ക്കത് ഒരു നേരത്തെ ചോറ് മാറ്റി വെച്ച് ചക്ക വേവിച്ചതും കുറച്ച് ഇറച്ചിയോ മീനോ അങ്ങനെ എന്തെങ്കിലും, ഈ ചക്ക കഴിക്കുമ്പോൾ വെറുതെ ചമ്മന്തിയോ മുളക് പൊട്ടിച്ചതോ അല്ല കഴിക്കേണ്ടത്. അതിൻ്റെ കൂടെ മീനോ ഇറച്ചിയോ അങ്ങനെയൊക്കെയാണ് പ്രോട്ടീനാണ് വേണ്ടത്. അതിനകത്ത് വേറെ ഒരു കണ്ടൻറ്റും ഇല്ല. നമ്മൾ ഈ ഫുഡ് കഴിക്കുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ കഴിക്കുന്നതിനകത്ത് എന്തെങ്കിലും പോഷകങ്ങൾ വേണം. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എന്ന് ഉദ്ദേശിക്കുന്നതിനകത്ത്, ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് പകരം ഒരു ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നതെങ്കിൽ അത് ഈ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഈ പുളിയും മധുരവും എല്ലാം കൂടെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ചില ഹെൽത്ത് കണ്ടീഷനിൽ എല്ലാം കൂടെ മിക്സ് ചെയ്താൽ പിന്നെ വയറിന് പ്രശ്നമാകും. പഴം നല്ലതാണെന്ന് പറഞ്ഞ് കൂടുതൽ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ വയറിന് പ്രശ്നം ഉണ്ടാകുന്ന കണ്ടീഷനുണ്ട്. അതുകൊണ്ട് അസിഡിറ്റി പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ കഴിയുന്നത് ഈ പുളിയുള്ള ഫ്രൂട്ട്സൊക്കെ അധികം കഴിക്കാതെ, ഈ പൈനാപ്പിൾ, ഓറഞ്ച്, മുസ്മി എന്ന് പറയുന്ന സാധനങ്ങളില്ലേ, മുന്തിരി, ഇതൊക്കെ വയറിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് പ്രശ്നം കാണിക്കും. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന ഞാലിപ്പൂവൻ വലിയ കുഴപ്പമില്ലാത്തതാണ്, പപ്പായ കുഴപ്പമില്ലാത്തതാണ്, പേരയ്ക്ക കുഴപ്പമില്ലാത്തതാണ്, വാട്ടർമെലൺ കുഴപ്പമില്ലാത്തതാണ്, മസ്ക് മെലൺ കുഴപ്പമില്ലാത്തതാണ്. ഇതൊക്കെ വലിയ കുഴപ്പമില്ലാത്തതാണ്. നമ്മൾ ഭൂരിഭാഗം ആൾക്കാർക്ക് വയറിന് പ്രശ്നമുള്ളതുകൊണ്ട് അതുകൊണ്ട് ചുമ്മാ പോയിട്ട് ഭയങ്കര വില ഡ്രാഗൺ ഫ്രൂട്ട് വാങ്ങിച്ചേക്കാം, അവക്കാഡോ വാങ്ങിച്ചേക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ വില കൊടുത്ത് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് പറ്റുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങളൊക്കെ. അവക്കാഡോ നല്ലതാണ്, ഹെൽത്തി ഫാറ്റ് ഉള്ളതാണ്, നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണം മാറ്റുന്നത്. കാരണം അവക്കാഡോ, അതേപോലെ തേങ്ങാപ്പാൽ, കുറച്ച് നട്ട്സ്, ഇതൊക്കെ അല്ലെങ്കിൽ കുറച്ച് തേൻ, ഒരു 1/2 ടീസ്പൂൺ തേൻ, ഇതൊക്കെ ഇട്ടേച്ച് നല്ലൊരു സ്മൂത്തി ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ ഭയങ്കര എനർജി കിട്ടുന്നൊരു കാര്യം കൂടിയാണ്. ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണത്. അതേപോലെ തന്നെ തേങ്ങാപ്പാലിട്ട ഏതും, നമ്മൾ ഈ പശുവും പാലിട്ടിട്ട് മിൽക്ക് ഷേക്ക് അടിക്കുന്നതിന് പകരം തേങ്ങാപ്പാലിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽത്തി ഉള്ളൊരു ഓപ്ഷനാണ്. അതുകൊണ്ട് ഫ്രൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പഴങ്ങൾ ഡയറക്റ്റായിട്ട് കഴിച്ചാൽ നമുക്ക് എന്താ പറയുക, ഷുഗർ ലെവൽ പെട്ടെന്ന് കൂടത്തില്ല. ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് എടുക്കുന്നതെങ്കിൽ ഫ്രൂട്ട് ജ്യൂസിനെക്കാട്ടിലും ഫാർ ബെറ്റർ പഴങ്ങൾ ഡയറക്റ്റ് കഴിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കുന്ന രീതികളെല്ലാം ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ജ്യൂസ് കഴിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അളവ് കൂടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ 100% ഫാറ്റി ലിവറും ഷുഗർ ലെവലും വളരെ രീതിയിൽ കൂടുന്നതാണ്. കാരണം ഇത് പെട്ടെന്ന് നിങ്ങളുടെ PCOD കണ്ടീഷന് ഇൻസുലിൻ ലെവൽ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ പ്രശ്നം. അങ്ങനെയുള്ളപ്പോൾ ഈ പറയുന്ന പെട്ടെന്ന് ബ്ലഡിലേക്ക് വന്ന് ഗ്ലൂക്കോസ് അങ്ങ് കയറി കഴിഞ്ഞാൽ വീണ്ടും ഇൻസുലിൻ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ആകും. PCOD പ്രശ്നം ഒരിക്കലും മാറത്തു പോലുമില്ല. അപ്പോൾ അത് അറിയേണ്ടത്, നമ്മൾ നല്ലതാണ് എന്ന് പറയുമ്പോൾ പ്രോപ്പറായിട്ട് കൺസൾട്ട് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഏതളവിൽ ഏത് പഴങ്ങളെ ഏത് നേരം കഴിക്കണം എന്നുള്ള ഒരു ധാരണ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്ത് എളുപ്പമാണ്, നമ്മൾ പോകുന്നു നേരെ പോയിട്ട് മുന്തിരി കഴിക്കുന്നു, നേരെ പോയിട്ട് ഇത് കഴിക്കുന്നു. അങ്ങനെയൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ശരീരമാണെങ്കിൽ ഓക്കെയാണ്. ഇത് ഇപ്പോൾ ഒരു 10 വയസ്സ് മുതലേ തുടങ്ങുന്നതാണ് വയറിൻ്റെ പ്രശ്നം, സ്കിന്നിൻ്റെ പ്രശ്നം, A to Z പ്രശ്നങ്ങൾ. അപ്പോൾ ഏത് അളവിൽ ഏത് പഴം എത്ര നേരം ആ ഡോസേജ് എല്ലാം അറിഞ്ഞേച്ചാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതുകൊണ്ട് ഒരിക്കലും പഴം നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഉടനെ പോയിട്ട് ഒരു കൊല നിറയെ പഴം കഴിക്കുക എന്നുള്ളതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അല്ലെങ്കിൽ ഞാൻ പഴം കഴിക്കുന്നു എനിക്ക് ഹെൽത്തിയാണ് എന്നുള്ളത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കുട്ടികളിലാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും പഴങ്ങളൊരു ശീലമാക്കി എടുക്കണം. അത് ഇടസമയങ്ങളിലോ ഒക്കെയാണ്. പക്ഷേ ഒരു 18-20 വയസ്സ് കഴിയുമ്പോഴത്തേനും ഈ ശരീരം വളരാതെ വരുന്ന ഒരു കണ്ടീഷൻ, പൊക്കം വെക്കത്തില്ല. അത് കഴിഞ്ഞേച്ച് വീണ്ടും എല്ലാ ഫുഡും ഇതും കൂടെ എല്ലാം കൂടെ കഴിക്കുമ്പോഴാണ്
പ്രശ്നം ഉണ്ടാകുന്നത്. പിന്നെ കഴിയുന്നതും ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഈ പഴം കൂടെ കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. അത് ദഹനത്തിന് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. ചേട്ടാ, ഇത് ഓൾറെഡി ദഹനം നടന്നിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പഴങ്ങളുള്ളത്. ഇത് കുറേ ദഹനം ആവശ്യമുള്ള സാധനമാണ് കഴിക്കുന്നതും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ശരീരത്തെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. ഇതൊക്കെ വേറൊരു സമയത്ത്, ഇപ്പോൾ ഒരു 11 മണിക്ക്, ഒരു 4 മണിക്ക്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വേറെ, അല്ലെങ്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേറെ സമയങ്ങളിലാണ് ഇത് കഴിക്കുന്നതെങ്കിൽ ഇതിന് ബെനിഫിറ്റ് കിട്ടും. പിന്നെ എല്ലാ ടൈപ്പ് കളറുകളെല്ലാം മിക്സ് ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. ചുമന്നത്, മഞ്ഞ, ഗ്രീന്, കിവി എന്നൊക്കെ വരുന്ന സാധനങ്ങൾ ഇതെല്ലാം മിക്സിംഗ് ആയിട്ട് കഴിക്കുന്നത് കളറിനകത്താണ്, ഈ ടേസ്റ്റിലല്ല. മിക്സിംഗ് ആണെന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പല രീതിയിലുള്ള ആൻറ്റി ഓക്സിഡൻസ് പോഷകങ്ങൾ നമുക്ക്, കാരണം ചുമന്ന് ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അതുകൊണ്ട് ഈ കട്ട് ചെയ്ത് പുറത്ത് വെക്കുമ്പോഴത്തേ അത് പെട്ടെന്ന് ബ്രൗൺ കളറിലേക്ക് വരുന്നത്. അതേപോലെ പല സാധനങ്ങളുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ എല്ലാ രീതിയിലുള്ള പോഷകങ്ങളും നമുക്ക് കിട്ടാനായിട്ട് ഇങ്ങനെ നമ്മുടെ ഒരു നേരമാണെങ്കിലും ഇപ്പം ഒരു ദിവസമാണെങ്കിലും നമുക്ക് പല സമയങ്ങളിൽ പല ഫ്രൂട്ട്സ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു നേരം തന്നെ കഴിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഇപ്പം നമ്മളൊരു ആപ്പിൾ ഇപ്പോഴാണ് കഴിക്കുന്നതെങ്കിൽ ഇപ്പം മാതള നാരങ്ങ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഗ്രേപ്സ് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അങ്ങനെ രീതിയിലാണ് കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ. കാരണം ഹെൽത്ത് വൈസ് നമ്മൾ എല്ലാം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ല. എല്ലാം കൂടെ എനിക്ക് പറ്റുമെന്ന് പറഞ്ഞാൽ പോകുമ്പോൾ മാത്രമാണ് നമുക്ക് പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ പഴങ്ങൾ നല്ലതാണ്, അടിപൊളി സംഭവമാണ്, നല്ല പോഷകമാണെന്ന് പറഞ്ഞ കാര്യമില്ല. ശരീരത്തിൽ കഴിച്ച് കഴിഞ്ഞിട്ട് അതിന് നേരെ ഓപ്പോസിറ്റാണ് സംഭവിക്കുന്നത്. എന്ത് ചെയ്യും? പല ആൾക്കാർക്കും പഴം കഴിച്ച് കഴിഞ്ഞാൽ കഫക്കെട്ട് കൂടുന്നവരുണ്ട്. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴങ്ങളുടെ ഫുൾ ബെനിഫിറ്റ് നമുക്ക് എടുക്കാൻ പറ്റും. അല്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിൽ പഴങ്ങൾ കൊണ്ട് തന്നെ ഹെൽത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ. Meditales. Do like, share and subscribe to Meditales. Follow us on Facebook, Instagram, WhatsApp, Threads and X.